നീലകണ്ഠൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക വളരെ വേഗം തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തിരുത്തലിന്റെ ഒരു തുടക്കം സഭയിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. ഈ തിരുത്തലിൽ ഇപ്പോൾ ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാനാകും. അവിടെയാണ് ഗോപീഷ്ണ പ്രശ്നം. പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റുപോയത്, ഒരുപക്ഷെ തോൽവിയുടെ ആഘാതം കൂടിയത് എന്ന് വേണ്ടി പറയാം. പക്ഷേ തിരുത്താൻ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇടതുപക്ഷത്തു നിന്ന് മിക്കവാറും ഈ ചർച്ചകൾക്ക് വരുന്ന ആളുകൾ ഞങ്ങൾക്കൊന്നും തിരുത്താനില്ല, ഞങ്ങൾ തിരുത്തും എന്ന് പറയുകയാണ്. ഞങ്ങൾക്കൊന്നും ഏത് വിഷയമാണ് തിരുത്താനില്ല എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിന് തിരുത്താനുണ്ടോ? ഇല്ല, കാരണം അത് മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടതാണ്. വിദ്യാഭ്യാസ മന്ത്രി വകുപ്പിന് തിരുത്താനുണ്ടോ? ഇല്ല. ആരോഗ്യ വകുപ്പിനുണ്ടോ? ഇല്ല. ഒരു വകുപ്പിനും തിരുത്താനില്ല. പിന്നെ തിരുത്താനുള്ള ജനങ്ങൾക്കാണോ? ഞങ്ങൾ തിരുത്തും എന്ന് പാർട്ടി പറയുമ്പോൾ ഏത് വിഷയത്തിൽ തിരുത്തും? ഇപ്പം ജനങ്ങളുമായി ബന്ധം കൂടുതൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഗുണ്ടകളാണ് പാർട്ടിയുടെ ഭാഗത്തെങ്കിൽ ജനങ്ങളുമായി എന്ത് കൂടുതൽ ബന്ധം ഉണ്ടാവുക? ഇപ്പം എനിക്കറിയാം, നിരവധി ക്വാറി സമരങ്ങളിൽ നാട്ടുകാരെ ഭീതിപ്പെടുത്തുന്നതും ഞങ്ങളെ പോലുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ നിനക്കൊക്കെ ഇവിടെ എന്താ കാര്യം എന്നാ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ, ഒരു സ്ഥലത്തൊരു ക്വാറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു, മണ്ണെടുപ്പ് ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ നിനക്കൊക്കെ എന്താ അവിടെ കാര്യം ചോദിച്ചു വരുന്ന ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾ ആ നാട്ടിലെ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളോടൊക്കെ സമരത്തിന് നിൽക്കണേ. അവരോട് ചോദിച്ചാൽ പിന്നെ എന്ത് തിരുത്തലെടുക്കുക? എവിടെയാ തിരുത്താൻ പോണേ? അപ്പം തിരുത്തൽ എന്തിലാണ് വരേണ്ടത്? ആഭ്യന്തര വകുപ്പിൽ വരണോ തന്നെ അവർ പറയട്ടെ. ആഭ്യന്തര വകുപ്പിൽ എന്ത് തിരുത്തലാണ് കൊണ്ടുവരുന്നത്? ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടൊരു കാര്യം, തിരുത്തുമെന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു തിരുത്തും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത മറ്റേ ചെടിച്ചട്ടി ജീവൻ രക്ഷാ പ്രവർത്തനം അടക്കം ന്യായീകരിക്കുകയും SFI ചെയ്തതൊക്കെ അത് SFIയെ പൂർണ്ണമായി ന്യായീകരിക്കുകയും ഒരു പ്രശ്നവും പോലീസിനില്ല. ഒരു കാര്യം ഗോപീഷ്ണ, മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു മഹാ തട്ടിപ്പുകാരൻ്റെ സംരക്ഷകരായിരുന്നു കേരളത്തിലൊരു DGP ADGP എന്നറിയോ? അവർക്ക് എന്തെങ്കിലും പറ്റിയോ? മോൺസൺ മാവുങ്കൽ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. മോൺസൺ മാവുങ്കലിന്റെ ഇതിലിരുന്ന് എന്നിട്ട് മോൺസൺ മാവുങ്കലിനെ നമ്മളെന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ വേറെ ആളുകൾ തിരിച്ചറിഞ്ഞില്ല? ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാ തിരിച്ചറിയാം? DGP കാവലിൽ